ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു കേക്കാണ്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇതിന് ഞാൻ ഷുഗറിന് പകരം ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് അടുപ്പിൽ വെച്ചു നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഈ സമയം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പിൽ ഒരു പഴയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചതെല്ലാം കൂടി നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2-3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അല്ല, കോക്കനട്ട് ഓയിലൊന്നും ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിൽ നമ്മൾ 2-3 സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മിക്സ് ചെയ്ത ശേഷം ഇപ്പോൾ നമ്മൾ നേരത്തെ ശർക്കരപ്പാനി കാച്ചി വെച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് തണുത്ത് കാണും. അപ്പോൾ നമുക്ക് അല്പമായി ഒഴിച്ചു കൊടുത്ത് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ നല്ല ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിന് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി എടുത്ത പോലത്തെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ മോൾഡ് ഉള്ളതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഞാൻ ഗോതമ്പ് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കേക്ക് ഒട്ടിപ്പിടിക്കാതെ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ആ മോൾഡിലേക്ക് മൊത്തം ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മളൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചുന്ന പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക. ഞാൻ സിമ്മിലിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് സിമ്മിലിട്ട് കുക്ക് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതിനെ നേരത്തെ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോഴും കുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റും കൂടി ഞാൻ വെച്ചു. ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത് നോക്കി, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു ചായയും കൂടി ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഞാനിത് തണുക്കാനായി മാറ്റി വെച്ചു. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നോക്കി, നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് മാവിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നോക്കി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കഴിക്കാം. ഇനി ഹാർട്ടിനെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യാണ്. ബ്രേക്കപ്പ് ചെയ്തു. ഇനി ഒരു പീസായി കട്ട് ചെയ്ത് കഴിക്കാം. ഇതാ നോക്കി, ആകമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.